പിന്നെ അതിനകത്ത് മെയിനായിട്ട് ഒരു സ്കൂട്ടറിലും എനിക്ക് കാണാൻ സാധിക്കാത്ത ഒരു സ്കൂട്ടറിലും ഇപ്പോഴത്തെ നിലവിലുള്ള സ്കൂട്ടറുകളിലുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. കൈ കൊടുത്താൽ നല്ല പോലെ പുൾ ചെയ്യുന്നുണ്ട് ഈ ഒരു വണ്ടി. അത് ഹൈബ്രിഡിൻ്റെ ഗുണമല്ല, എൻജിൻ അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹൈബ്രിഡിനകത്ത് റോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനേ ഒരു സ്കൂട്ടർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഈ ഒരു സ്കൂട്ടർ ജൂപ്പിറ്റർ 125 ഹൈബ്രിഡാണ്, അല്ലെങ്കിൽ TVS പറയുന്ന പോലെ ഐഗോ അസിസ്റ്റുള്ള ഒരു വണ്ടിയാണ് എഞ്ചിൻ്റെ ഭാഗത്ത്. ഇതിനു മുമ്പ് നമ്മുടെ ജൂപ്പിറ്റർ 110 ഇതിൻ്റെ സെയിം ഹൈബ്രിഡ് ടെക്നോളജി നമ്മൾ കണ്ടതാണ്. ഈ ഒരു 125 വരുമ്പം ഓടിക്കാൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കണ്ടപ്പം ഫസ്റ്റിൽ കണ്ടപ്പോൾ എനിക്ക് വലിയ സംഭവമായിട്ട് ഈ ഒരു വണ്ടിയെ തോന്നിയില്ല. ഈ ഒരു ഡുവൽ ടോൺ വേരിയൻറ്റിൽ അപ്ഡേഷൻ വന്നപ്പം അസിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ എഞ്ചിനിൽ കൊടുത്തപ്പം സൂപ്പർ ഫാസ്റ്റിനേലും ഇവരുടെ തന്നെ ജൂപ്പിറ്ററിലൊക്കെ കണ്ടാതെ ഒരു സംഭവമായിരിക്കും. പക്ഷേ കുറച്ച് നേരം ഈ ഒരു വണ്ടി ഉപയോഗിച്ച് എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയുടെ പുറത്ത് ഞാൻ ലോഡ് കൊടുത്തു. കടയിൽ പോകുന്നത്, വൈഫിനെയും കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകണമായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണമായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഈ വണ്ടി എനിക്ക് തോന്നി സംഭവം കൊള്ളാം. എന്താണ് ഈ ഒരു വണ്ടി എന്ന് എനിക്ക് TVS എന്തുകൊണ്ടാണ് ഈ ഒരു വണ്ടിയെ ഇങ്ങനെ മാർക്കറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. പക്ക യൂട്ടിലിറ്റിയാണ് കേട്ടോ. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ഇന്ത്യൻ ഫാമിലിക്ക് വേണ്ട സാധനം എന്തൊക്കെ വേണം അതെല്ലാം ഈ ഒരു വണ്ടിയിലുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കാം. യെസ്, നമ്മുടെ ജൂപ്പിറ്റർ 110 എന്നല്ല 125 ആണ്. ഡുവൽ ടോൺ സ്കീമിൽ അസിസ്റ്റും കൂടെ ചേർത്ത് മീറ്ററിലൊക്കെ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്ന് ഇറക്കിയൊരു മോഡലാണ് ഈ ഒരു കാണുന്നത്. ഇത് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. കാണാൻ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു അമ്മാവൻ, ഒരു അങ്കിൾ വൈബും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ ഒരു വണ്ടി ഒരു ദിവസം നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ ഇനി എത്ര അമ്മാവൻ വണ്ടിയെന്ന് പറഞ്ഞാലും നിങ്ങൾ ഈ വണ്ടി തിരിച്ചു കൊടുക്കാനായിട്ട് പോകുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. കാര്യം ഞാനും അങ്ങനെ തന്നെയാണ് ആദ്യം വിചാരിച്ചിരുന്നത് ഈ ഒരു വണ്ടിയെപ്പറ്റി. കാര്യം കാണുമ്പം അത്ര സ്പോർട്ടി അഗ്രസീവായിട്ടുള്ള ലുക്കല്ല നമ്മുടെ എൻഡോർക്ക് പോലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അവനീസ് പോലെയോ ഒന്നും തന്നെ അത്ര ഒരു ചെറുപ്പക്കാർക്ക് മുതലാവുന്നൊരു സാധനമല്ല. പക്ഷേ ഈ സാധനത്തിൻ്റെ ഒരു യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. ഫീച്ചറിൻ്റെ കാര്യമാണെങ്കിലും പെർഫോമൻസിൻ്റെ ആരെങ്കിലും കട്ടയ്ക്ക് തന്നെയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ഒരു ലുക്ക് തന്നെ അതിനൊരു ഉദാഹരണമാണ്. നല്ല പ്രീമിയം ഫീലുള്ള, നല്ല ഫിനിഷിംഗ് ഉള്ള, മെറ്റാലിക് ബോഡി വരുന്ന, മെറ്റാലിക് അല്ല ഇത് ഫൈബറാണ്, ഇത് പ്ലാസ്റ്റിക്കാണ്, അങ്ങനെ വരുന്ന ഒരു മോഡലാണ്. പിന്നെ നമ്മുടെ LED ടെക് എന്ന് പറഞ്ഞിട്ടുള്ള TVSൻ്റെ ഫുള്ളി LED ഹെഡ് ലാമ്പ്, ഹലജൻ ബൾബ് വരുന്ന ഇൻഡിക്കേറ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇതേ നടുക്കും കൂടെ ആയിട്ട് ഒരു DRL നമുക്ക് കാണാം. അതിമനോഹരമാണ്, കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വിത്ത് പെറ്റൽ ഡിസ്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല കിടിലനൊരു അലോവിയിൽ. പിന്നെ എയർ വെൻറ്റ് കണക്കിന് രീതിയിലിരിക്കുന്ന രീതി എന്തൊക്കെയോ സംഭവങ്ങൾ ആ ഒരു ബോഡി പാനലിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ TVSൻ്റെ ഐഗോ അസിസ്റ്റിൻ്റെ ആ ഒരു ലോഗോ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, കാരണം നല്ലൊരു പ്രീമിയം ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അത് ഈ ഒരു ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഫുള്ള് വൈറ്റാണ്. പക്ഷേ അത് അഴുക്കാനുള്ള ചാൻസൊക്കെ വളരെയധികം കൂടുതലാണ്. ഇവിടെയൊക്കെ ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് തന്നെ ഒരു മെച്യൂർഡ് ആയിട്ടുള്ളൊരു ലുക്കാണ് ജൂപ്പിറ്റർ. അതിന് വേണ്ടിയിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത്. ഒരു ടിപ്പിക്കൽ ഫാമിലി ബൈക്ക്, ഇന്ത്യൻ ഫാമിലി ബൈക്ക് സ്കൂട്ടറായിട്ടാണ് ഇറക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് ഉണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഇതുപോലുള്ള സാധനങ്ങൾ, ഫോണോ ചാർജിനിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം. നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, തെറിച്ചു പോകാതെ മര്യാദയ്ക്ക് കൊണ്ട് നടക്കാനാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇതൊക്കെ സത്യം പറഞ്ഞൊരു ബോണസാണ്. അതെന്താണ് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് TVSൻ്റെ ആ ഒരു ഫ്യൂൽ ഫില്ലിങ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ പ്രസ് ചെയ്ത് പുഷ് ചെയ്തുകൊണ്ട് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തോട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിൽ വേണ്ട ഫ്രണ്ടിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം നടക്കും. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ വണ്ടിയിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇത് ഒരു യുണീക്കായിട്ട് തോന്നി. പിന്നെ ആ ഒരു ഡാഷ് ബോർഡിൻ്റെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് എല്ലാം നല്ല പ്രീമിയം ആയിട്ടുള്ള ഫീലിംഗ് തന്നെയാണ് കിട്ടുന്നത്. നമ്മുടെ എൻഡോർക്കിലല്ലോ, നമ്മുടെ റൈഡറിൽ കണ്ട സെയിം ആ ഒരു കളർ ഡിസ്പ്ലേ ആണ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ കാണാൻ സാധിക്കുമ്പം ആ സീറ്റ് നല്ല ലോങ് ആയിട്ടുള്ള സീറ്റാണ്. പ്രൊപ്പൾ വേണമെങ്കിൽ അടിക്കാം. ഞാൻ എൻകറേജ് ചെയ്യല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ബുദ്ധിയുള്ളവർ മനസ്സിലാട്ടെ. അപ്പോൾ അത്രയും വിശാലമായിട്ടുള്ള സീറ്റ് തുറക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ ഗോപ്രോ അടക്കം, ഒരു ട്രൈപോഡ് അടക്കം എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഇതൊന്നും അല്ല അതിനകത്തുള്ള വിറ്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് വീട്ടിലെ പിള്ളേരെ ഞാൻ ഇതിനകത്ത് ഇരുത്തി, അത്രയ്ക്ക് കൊച്ചു പിള്ളേരാണ്, 1 വയസ്സാവുന്ന പിള്ളേരാണ്. അപ്പോൾ ആ പിള്ളേർ ഇരിക്കുന്ന സാഹചര്യത്തിൽ പോലും അവർക്ക് വിശാലമായിട്ടിരിക്കാൻ സാധിച്ചു. അങ്ങനെ വെച്ചുകൊണ്ടൊന്നും ആരും ഓടിക്കരുത്, അത് വേറെ കാര്യം. ജസ്റ്റ് ഒന്ന് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ഇരുത്തുന്നേ ഉള്ളൂ. നല്ല
സ്പേഷ്യസ് ആണ് കേട്ടോ. പച്ചക്കറി കിറ്റൊക്കെ 3 എണ്ണമെങ്കിലും ഇരിക്കും. പക്ഷേ നമ്മുടെ ആ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ആ ഫേസ് ഹെൽമെറ്റൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് ഇരുന്നോളും. പിന്നെ ബാക്ക് റെസ്റ്റ് ഒരു വലിയ സംഭവം തന്നെയാണ്. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന സമയത്ത്, നമ്മൾ ഡെയിലി റുട്ടീനിൽ നമ്മൾ കറങ്ങുന്ന സമയത്ത് നമ്മൾ ബാക്കിലൊരു പില്ലിനെയൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ അവർക്ക് സ്ട്രെസ് ഇല്ലാതെ, ഒരു മടുപ്പില്ലാതെ ബാക്കിൽ ചാരി ഇരിക്കാം. ലോങ് റൈഡ് കൊണ്ടുപോകാനാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ. ഭയങ്കര രസമാണ് ലോങ് റൈഡ് കൊണ്ടുപോകുന്ന സമയത്ത്. പില്ലിനൊക്കെ ഇങ്ങനെ ചാരി ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു നല്ലൊരു കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് BHP വൈസ് വലിയൊരു ബമ്പ് ഫീൽ ചെയ്യുന്നെങ്കിലും ടോർക്കിൻ്റെ കാര്യത്തിൽ നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യും. ഒരു ചെറുതായിട്ടൊന്നും നമുക്കത് ഫീലപ്പ് ചെയ്യും. അതായത് 10.5 NM ടോർക്ക് എന്നുള്ളത് 11.1 NM ടോർക്കാവുക. അപ്പോൾ നമുക്ക് ആ ഒരു ടയറിൽ ആ ഒരു ടോർക്ക് നമുക്ക് ഫീൽ ചെയ്യും, ആ ഒരു ത്രോട്ടിൽ. അപ്പോൾ അത് ലേഡീസ് ആയിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണക്കാരനായിരിക്കും ഈ ഒരു വണ്ടി എടുത്ത് ഉപയോഗിക്കും. അവർക്ക് അതൊക്കെ ഫീൽ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും അതൊന്നും ഫീൽ ചെയ്യാനായിട്ടൊന്നും പോകുന്നില്ല. ഇതിനെപ്പറ്റി പഠിച്ച് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളെന്നൊക്കെ അറിഞ്ഞ് ബാറ്ററിയൊക്കെ ഫുൾ ചാർജായി അതിലോട്ടൊരു പവർ ബൂസ്റ്റപ്പ് കൊടുക്കുന്ന സാഹചര്യം നമ്മൾ മനസ്സിലാക്കി ആ മീറ്ററിൽ ആ ഒരു സിഗ്നലൊക്കെ കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് അത് നോക്കി ഓടിച്ചാൽ അത് മനസ്സിലാവും. ഇങ്ങനെ സംഭവം ചെറുതൊരു ഫീലിംഗ് ഉണ്ട്. അല്ല നോർമലി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നെവർ ഫീൽ ലൈക്ക് ആൻഡ് നൈട്രോക്സ്. അപ്പോൾ അങ്ങനെയുള്ള ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു VVA ഓപ്പൺ ആകുന്നത് പോലുള്ള ഒരു ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. ജസ്റ്റ് ഒരു പുഷ് നമുക്കത് കിട്ടും. പിന്നെ നല്ല എന്താ പറയണ്ടേ, പ്രീമിയം സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ്. നല്ല കുഴപ്പമില്ലാതെ കാണുമ്പോൾ, ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഒരു പ്രീമിയം ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ആട്ടം കണ്ടില്ലേ നിങ്ങൾ, അതൊരു ക്വാളിറ്റി ഇഷ്യൂ ആയിട്ട് തോന്നി. ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷിൽ ഒരു ക്വാളിറ്റി ഇഷ്യൂ ആയിട്ട് തോന്നി. പിന്നെ നമുക്ക് ആ ഒരു സിൽവർ ക്രോമിയം ഫിനിഷിംഗ് ഒക്കെ കാണും. ഒരുപാട് ക്രോമിയം ഫിനിഷിങ്ങും ഗ്ലോസി ഫിനിഷിങ്ങും ഈ ഒരു വണ്ടിയുടെ എന്താ പറയുക ക്യാരക്ടറിലോട്ടൊരു പ്രീമിയം ഫീൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു LCD ഡിസ്പ്ലേ, ബൈക്കിനകത്ത് വന്ന സെയിം LCD ഡിസ്പ്ലേ നമ്മുടെ സ്കൂട്ടറിലോട്ട് കൊണ്ടുവന്നത്, ദാറ്റ്സ് എ ഗുഡ് തിങ്. സൈലൻറ്റ് സ്റ്റാർട്ടാണ്. പിന്നെ അത് മെയിനായിട്ട് ഒരു സ്കൂട്ടറിലും എനിക്ക് കാണാൻ സാധിക്കാത്ത ഒരു സ്കൂട്ടറിലും, ഇപ്പോഴത്തെ നിലവിലുള്ള സ്കൂട്ടറുകളിലും ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. ഇത് RPM മീറ്റർ ഉണ്ടോ. പിന്നെ യമഹയിൽ V-ബെൽറ്റ് എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ട്. അത് RPM ആയിരിക്കണം. അതിനു മുമ്പ് അത് മാത്രമല്ല, യമഹ ആണ് ആദ്യമായിട്ട് ആ ഒരു RPM മീറ്റർ സ്കൂട്ടറിൽ കൊണ്ടുവന്നതെന്ന് തോന്നുന്നു, പഴയ ആൽഫയിലൊക്കെ ഡിജിറ്റൽ മീറ്റർ വന്നപ്പോൾ. സംഭവം എന്തായാലും ഇതിനകത്ത് നല്ല ആക്യുറേറ്റ് ആയിട്ട് ബൈക്കിൽ കാണുന്ന പോലെല്ലാം തന്നെ കാണുന്നുണ്ട്. പിന്നെ എറോക്സിലൊക്കെ ഉണ്ട്. പിന്നെ അത് ടിപ്പിക്കൽ സ്കൂട്ടറായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണ്ട. സംഭവം ആ ഹൈബ്രിഡ് ഇപ്പം ആക്റ്റീവാണ് കേട്ടോ. ബാറ്ററി ഫുൾ ചാർജായിട്ട് നിൽക്കുന്നുണ്ടാണെന്ന് തോന്നുന്നു. വെരി നൈസ് മാൻ. കൊള്ളാം സംഭവം. ഇത് അത്യാവശ്യം പവറും ഉണ്ട് കേട്ടോ വണ്ടിക്ക്. പിന്നെ നല്ല കംഫർട്ടും ഉണ്ട്. ടെലിസ്കോപ്പിക് സസ്പെൻഷൻ, അതുപോലെ 12 ഇഞ്ച് വീലാണ്. കൊള്ളാം കേട്ടോ. ഒരു സ്പോർട്ടി ക്യാരക്ടർ അല്ലെങ്കിലും എൻഡോർക്കൊക്കെ പോലെ അല്ലെങ്കിലും കൊള്ളാം സാധനം. ഇനി എനിക്ക് തോന്നുന്നു എൻഡോർക്കിലും കൂടെ ഉള്ളു അവരുടെ ആ ഒരു ഈ ഒരു മൈൽഡ് ഹൈബ്രിഡ് കൊണ്ടുവരാനായിട്ട്. നേരം കൊണ്ട് ഞാൻ ഈ ഒരു വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ അത്രയും നേരം ഓടിച്ച സാഹചര്യത്തിൽ എനിക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയൊരു ഫീൽ എന്ന് പറയുന്നത്, ഇറ്റ്സ് ഓൾ അബൌട്ട് കംഫർട്ട് ആൻഡ് പ്രാക്ടിക്കാലിറ്റി. നമ്മൾ മെയിനായിട്ട് സ്കൂട്ടർ ആദ്യകാലങ്ങളിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ആ ഒരു പ്രാക്ടിക്കാലിറ്റിക്ക് വേണ്ടിയാണ്. ഇപ്പോഴും ഭൂരിഭാഗം ഒരു 90% ആൾക്കാരും പെർഫോമൻസ് അല്ല നോക്കുന്നത്, അല്ലെങ്കിൽ ഹാൻഡിലിംഗ് ഒന്നും അല്ല നോക്കുന്നത്. ഒരു പ്രാക്ടിക്കാലിറ്റി അല്ലെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരും ഈ ഒരു സ്കൂട്ടർ എന്ന് പറഞ്ഞ ഒരു സെഗ്മെൻറ്റിലോട്ട് എല്ലാവരും നോക്കുന്നത്. ഇപ്പോൾ എല്ലാവരും സ്കൂട്ടർ, ഇപ്പോൾ എനിക്കാണെങ്കിൽ പോലും ഡെയിലി നമ്മുടെ R15 അല്ലെങ്കിൽ സൂപ്പർ സ്പോർട്ട് വണ്ടികളോ ഒന്നും കൊണ്ടു നടക്കാനൊന്നും പറ്റണമെന്നില്ല. ഈവൻ ഒരു ഗിയർ വണ്ടിയാണെന്നുണ്ടെങ്കിലും കൊണ്ടു നടക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ പോലെ ഫീൽ ചെയ്യും. ബുദ്ധിമുട്ടെന്നല്ല, ഒരു ഈസിനെസ് ഇത്ര എന്തായാലും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം അത്യാവശ്യം ഒരു 65 മൈലേജിനടുത്ത് ലിറ്റർ ഒരു മൈലേജ് തരുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ, ഫ്യൂൽ എക്കണോമി തരുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു വണ്ടിയിലകത്തൊന്നും എന്താണ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലോങ് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്. ഇപ്പം സ്പോർട്ടി സ്കൂട്ടറുകളായിട്ടുള്ള എയറോക്സ് അത് ഞാൻ കമ്പയർ ചെയ്യുമല്ല, പോട്ടെ. എൻഡോർക്ക് തന്നെ എടുക്കും, ഇവരുടെ എൻഡോർക്ക് വെച്ച് കമ്പയർ ചെയ്യുന്ന സാഹചര്യത്തിലും, അതുപോലെ തന്നെ അവനീസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു നല്ല കംഫർട്ടബിളാണ് നമുക്ക് അതൊന്ന് ഫീൽ ചെയ്യുന്നത്. അതുമാത്രമല്ല നല്ല സ്പേഷ്യസ് ആണ് ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. എവിടെല്ലാം ഹുക്ക് കൊടുക്കാൻ പറ്റും അവിടെ എല്ലാം ഈ ഒരു വണ്ടിക്കകത്ത് ഹുക്ക് TVS കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം സാധനങ്ങൾ നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് കുറച്ച് സാധനം ക്യാരി ചെയ്യാം, ഇവിടെ കുറച്ച് സാധനം ക്യാരി ചെയ്യാം. അതുപോലെ തന്നെ സീറ്റിൻ്റെ അടിയിൽ അത്യാവശ്യം എന്തെല്ലാം സാധനങ്ങൾ ക്യാരി ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. ഇപ്പം RTOയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഓഫീസ് പരമായി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, പേപ്പർ വർക്ക് കൂടുതലായിട്ടും
ചെയ്യുന്ന റൂട്ടിൽ പോയി ചെയ്തു കൊടുക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേപ്പർ ഐറ്റംസ് ഇതിനകത്ത് കയറിയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പോകുന്ന വഴിയൊക്കെ മൊബൈലൊക്കെ ചാർജ് ചെയ്ത് ക്ലയൻറ്റിനെയൊക്കെ വിളിക്കാനാണെന്നുണ്ടെങ്കിൽ USB ചാർജിങ് പോർട്ടുണ്ട്, ഇവിടെ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാലും മതി, അല്ലെങ്കിൽ ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ പിടിപ്പിച്ചാലും മതി. സംഭവം ഒക്കെയാണ്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. പിന്നെ മൈലേജും ഉണ്ട് നല്ല രീതിയിൽ. പിന്നെ ബിൽഡ് ക്വാളിറ്റി നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ TVS എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് സർവീസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു ആശങ്ക പലർക്കും കാണും. യെസ്, അത് ഉള്ളതാണ്. പക്ഷേ നമ്മുടെ കായംകുളത്തും അതുപോലെ തന്നെ കോട്ടയം ആ ഒരു റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ AST TVSഉം കോട്ടയം TVSഉം ഉണ്ട് എന്നുള്ളത് അതിനകത്തുള്ളൊരു വലിയൊരു പ്രത്യേകതയാണ് നമ്മുടെ കായംകുളത്തൊക്കെ. ഇവിടെയൊക്കെ കൂടുതലും TVSൻ്റെ ജുപ്പിറ്ററൊക്കെ ഒരുപാട് കാണാൻ സാധിക്കും. ദേ വരുന്നത് പറഞ്ഞു തരുന്നില്ല, ഒരു ജുപ്പിറ്റർ 110 പോകുന്നു. കാര്യം ഇവിടെ സർവീസും സ്പെയർ പാർട്സ് അവൈലബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പേടിക്കാനായിട്ടൊന്നും ഇതുവരെ ഉള്ളതില്ല. കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിക്കകത്ത് ലൈഫ് ലോങ് നിങ്ങൾക്ക് വലിയ കംപ്ലയിൻ്റ് ഇല്ലാതെ നിങ്ങൾക്ക് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും. ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് ദ ഇന്ത്യൻ മാനുഫാക്ചേഴ്സ്. അപ്പോൾ നല്ല വണ്ടിയാണ്. ലോങ് ആകാൻ പറ്റിയ സാധനമാണ് TVS കൊണ്ട് കൊണ്ടുപോകുന്നത്. ലോങ് കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. ഒരു 70 ഇതിൽ നല്ല പവർ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ലീനിയർ പവറാണ് ഈ ആടെ വരുന്നത്. ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ആ ഒരു പവർ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ടാണ് കയറിപ്പോകുന്നത്. ഒരു ലാഗില്ല, ആ ഒരു ടിപ്പിക്കൽ സ്കൂട്ടറിൻ്റേതായിട്ടുള്ള ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യാം. ത്രോട്ടിൽ കൊടുക്കുന്നതോറും ഇങ്ങനെ കയറുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട് നമുക്ക്. ഒരു 70 വേണമെങ്കിൽ നമുക്ക് ക്രൂസ് ചെയ്യാൻ കൊള്ളാം കേട്ടോ. ബ്രേക്കിംഗ് ഡിസ്ക്കാണ് എന്നുള്ളത് നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട്. അത് മാത്രമല്ല ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു കോൺഫിഡൻസും കൂടെ ഉണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം. വണ്ടിയുടെ ആ ഒരു പവർ ഡെലിവറിയും അതുപോലെ തന്നെ വണ്ടിയുടെ ആ ഒരു പെർഫോമൻസും എല്ലാം തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്കൊരു ഇപ്പോൾ ഹൈവേ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ സർവീസ് റോഡിൽ കൂടെ സ്കൂട്ടറിനൊക്കെ പോകേണ്ട സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു ഡെയിലി ഒരു 10-50 കിലോമീറ്ററൊക്കെ ഒരു സ്ട്രെസ്സും ഇല്ലാതെ നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് പോകാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ഇനിയിപ്പം EVയുടെ ഒരു കാലഘട്ടമാണ് വരുന്നത്. കൈ കൊടുത്താൽ നല്ല പോലെ പുൾ ചെയ്യുന്നുണ്ട് ഈ ഒരു വണ്ടി. അത് ഹൈബ്രിഡിൻ്റെ ഗുണമല്ല, എൻജിൻ അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹൈബ്രിഡിനകത്ത് റോളെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും നമ്മളീ പറയുന്ന പോലെ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് എൻജിൻ്റെ ഭാഗത്തു നിന്നൊരു പുഷ് കിട്ടും ചെറിയ രീതിയിൽ. അത് മാത്രമാണ് ആ ഒരു ഹൈബ്രിഡിൻ്റെ ഗുണം എന്ന്. അല്ലെങ്കിൽ സൈലൻറ്റ് സ്റ്റാർട്ടൊക്കെ കിട്ടും. വെയിറ്റും കുറവാണ് വണ്ടിക്ക്. ഇതേ ഈസി ആയിട്ടാണ് വളച്ചെടുത്ത്. കൊള്ളാം കേട്ടോ വണ്ടി. 12,000 RPM വരെയൊക്കെ കാണിക്കുന്നുണ്ട്. എന്തിനാണോ എന്തോ, സംഭവം കൊള്ളാം. പിന്നെ അത്യാവശ്യം നല്ല ലെഗ് റൂമുണ്ട് കാലൊക്കെ വെക്കാനായിട്ട്. നല്ല സ്മൂത്ത് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു വണ്ടി കേട്ടോ. വാവ്, അതൊക്കെ തന്നെയാണ് സ്കൂട്ടറിനെ പറ്റി പറയാനുള്ളത്. മൈലേജ് ഉണ്ട്, നല്ല കംഫർട്ടബിൾ ഉണ്ട്. കൊള്ളാം, സാധനം കൊള്ളാം. എന്തെങ്കിലും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവറുമായ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ AST TVSനെ കോൺടാക്ട് ചെയ്യാൻ മതി. നിങ്ങൾക്ക് ഇവിടെ കാണാം. കായംകുളത്താണ് ഇതിൻ്റെ ഷോറൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. യെസ് ഗൈസ്, ദാറ്റ് ഈസ് അടുത്ത വീഡിയോയിലാണ്. ബൈ.